അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹമോചനത്തിനുള്ള അവകാശം പുരുഷന്മാർക്ക് മാത്രം നൽകുന്നത് അനീതിയല്ലേ? സ്ത്രീകൾക്ക് നൽകാതെ പുരുഷന്മാർക്ക് മാത്രം ത്വലാഖ് ചെയ്യാനുള്ള അവകാശം നൽകുന്നത് അനീതിയല്ലേ എന്നാണ് സഹോദരിയുടെ ചോദ്യം. ഇസ്ലാമിക വിവാഹത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹു ഖുർആനിന്റെ അധ്യായം 4:40 പറയുന്നത് പോലെ തീർച്ചയായും അള്ളാഹു ഒരണുവോളം അനീതി കാണിക്കുകയില്ല. ഖുർആനിന്റെ അധ്യായം 2:228 സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാളുപരി ഒരു പദവിയുണ്ട്. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും മൊത്തത്തിൽ തുല്യരാണ്. ചില വിഷയങ്ങളിൽ മാത്രം പുരുഷന്മാർക്ക് മേൽക്കോയ്മയുണ്ട്. മാതാവിനെ കൂടുതൽ ബഹുമാനിക്കുക എന്ന ഹദീസിലൂടെ സ്ത്രീകൾക്ക് മേൽക്കോയ്മ ലഭിക്കുന്നതായി കാണാം. പക്ഷെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഒരു പദവി കൂടുതലുള്ളത്? ഭർത്താവും ഭാര്യയും പരസ്പരം സമ്മതിക്കുന്നതിന് പുറമെ വിവാഹം സാധുവാകുന്നതിന് മഹർ എന്നൊരു ആശയം കൂടിയുണ്ട്. ഖുർആനിന്റെ അധ്യായം 4:4 ഇപ്രകാരം പറയുന്നു: സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യങ്ങൾ മനസ്സംതൃപ്തിയോടെ നൽകുക. അത് സാമ്പത്തിക സ്റ്റാറ്റസ് അനുസരിച്ച് നൽകുക. ഒരു വിവാഹം സാധുവാകാൻ മഹർ അനിവാര്യമാണ്. മഹർ കൊടുക്കുന്ന വേളയിൽ ഭാവി ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് അവൾക്ക് ചോദിക്കാവുന്നതാണ്. കാരണം ഖുർആനിന്റെ അധ്യായം 4:20 സ്വർണത്തിന്റെ കൂമ്പാരവും നൽകാവുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു വിവാഹം നടക്കുമ്പോൾ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നത് പുരുഷനാണ്. കാരണം അദ്ദേഹം മഹർ നൽകുന്നു. ഇനി അദ്ദേഹം മഹർ നൽകിയതിനു ശേഷം ത്വലാഖ് ചെയ്യാനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾക്കാണെന്ന് കരുതുക. അപ്പോൾ അവൾ ത്വലാഖ് ചെയ്താൽ ആരായിരിക്കും നഷ്ടക്കാരൻ? ആ പുരുഷൻ. ത്വലാഖ് ചെയ്തതിനു ശേഷം അവൾക്ക് വീണ്ടും വിവാഹം കഴിക്കാം. അവൾ വീണ്ടും വിവാഹം കഴിക്കുമ്പോൾ വീണ്ടും മഹർ കിട്ടും. ഇവിടെ പുരുഷൻ വീണ്ടും വിവാഹം കഴിക്കുമ്പോൾ അയാൾ വീണ്ടും മഹർ നൽകണം. അതുകൊണ്ട് സാമ്പത്തികമായി സ്ത്രീക്ക് സുരക്ഷയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ പ്രകാരം പൊതുവെ വിവാഹമോചനം ചെയ്യാനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുള്ളത് പുരുഷന്മാർക്കാണ്. മാത്രമല്ല ഖുർആനിലെ അധ്യായം 4:34 ഇപ്രകാരം പറയുന്നു: അർറിജാലു ഖവ്വാമുന അലൻ നിസാ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തെക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണത്. ഈ വചനപ്രകാരം പുരുഷൻ കുടുംബത്തിന്റെ നേതാവായതുകൊണ്ടും ചെലവ് വഹിക്കുന്നതുകൊണ്ടും ത്വലാഖിനുള്ള അധികാരം അവർക്കാണ്. അതിനർത്ഥം സ്ത്രീകൾക്ക് അവരുടെ അവകാശം ചോദിച്ചുകൂടെന്നല്ല. വിവാഹവേളയിൽ നിക്കാഹ്നാമയിൽ അഥവാ വിവാഹ കരാറിൽ എനിക്കും ത്വലാഖിനുള്ള അധികാരം വേണ്ടതാണ് എന്ന് താൽപര്യമുണ്ടെങ്കിൽ അവൾക്ക് നിബന്ധന എഴുതാം. കാരണം സാധാരണയായി അത് പുരുഷനാണ്. തന്റെ ഭാര്യയ്ക്കും ആ അധികാരം നൽകുവാൻ ഭർത്താവ് താൽപര്യപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നൽകാവുന്നതാണ്. അപ്പോൾ നിക്കാഹ്നാമയിൽ അവൾക്ക് ഒരു നിബന്ധനയായിട്ട് ത്വലാഖ് ചെയ്യാനുള്ള അവകാശം രേഖപ്പെടുത്താം. ഭർത്താവ് അത് സമ്മതിച്ചാൽ അവർക്ക് ആ നിബന്ധന പ്രവൃത്തിയിലും കൊണ്ടുവരാം. അപ്പോൾ ആ അധികാരം രണ്ടുപേർക്കും ലഭിക്കും. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് നിയമങ്ങളും ചട്ടങ്ങളും ഒന്നുമില്ലെങ്കിൽ ആ അധികാരം പുരുഷനാണ്. അല്ലെങ്കിൽ ഞാൻ പുരുഷന്മാരുടെ അവകാശം ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തേണ്ടി വരും. ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.